ഹായ് എവരിവൺ. നമ്മളിന്ന് ചിന്തിക്കുന്നത് ജെനസിസ് ചാപ്റ്റർ 9 ആണ്. നമ്മൾ ജെനസിസ് 9 നമ്മൾ നോക്കുമ്പോൾ അവിടെ നോഹ പട്ടത്തു നിന്ന് പുറത്തേക്ക് ഇറങ്ങി, അതിനുശേഷം ദൈവം അവരെ അനുഗ്രഹിക്കുന്നതായിട്ടും ദൈവം അവിടെ പുതിയൊരു കമാൻഡ്മെന്റ് അല്ലെങ്കിൽ ദൈവം ഉടമ്പടി വെക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവിടെ നോഹ ആദ്യമേ പട്ടത്തു നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ദൈവം നോഹയെ നോഹയുടെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവരോട് നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകുക എന്ന് പറഞ്ഞും അവരെ അനുഗ്രഹിക്കുന്നുണ്ട്. അതോടെ തന്നെ അവർക്ക് മറ്റൊരു കാര്യം കൂടെ അവരെ ഏൽപ്പിച്ചു. അത് ആ സമയത്തുണ്ടായിരുന്ന മൃഗങ്ങളെ ഒക്കെയും ഭക്ഷിക്കുവാനായിട്ട് അവരെ ഏൽപ്പിച്ചു. അപ്പം അതിനു മുമ്പേ ആദമും ഹവ്വയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവരൊക്കെ ഏതൻ തോട്ടത്തിലായിരുന്ന സമയത്ത് അവരൊക്കെയും പ്യൂർ വെജിറ്റേറിയൻസ് ആയിട്ട് ജീവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇവരോട് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞ കമാൻഡ്മെന്റ് ആണ്, നിങ്ങൾക്ക് ഈ മൃഗങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണമാണെന്നുള്ളത് ഇവർക്ക് പ്രത്യേകിച്ച് എടുത്തു കൊടുത്തൊരു കമാൻഡ്മെന്റ് ആണ്. പക്ഷെ അവിടെയാണെങ്കിൽ അങ്ങനെ മൃഗങ്ങളെ ഭക്ഷിക്കണമെന്നൊന്നും പറയുന്നില്ല. അപ്പോൾ അവിടെയൊക്കെ ഒരു വെജിറ്റേറിയൻസ് ആയിട്ടായിരുന്നു ആദമും ഹവ്വയും അവിടെ ഏതൻ തോട്ടത്തിൽ വെജിറ്റേറിയൻസ് ആയിട്ടായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ മൃഗങ്ങളുമായിട്ട് ഇടപഴകിയായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. ഇവർക്ക് മൃഗങ്ങളെയും പേടിയില്ല, മൃഗങ്ങൾക്ക് ഇവരെയും പേടിയില്ല എന്നുള്ള രീതിയിലായിരുന്നു അവർ അവിടെ ജീവിച്ചുകൊണ്ടിരുന്നത്, ഏതൻ തോട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടേക്ക് എത്തിയപ്പോൾ ആ മൃഗങ്ങളെ ഭക്ഷണമായിട്ട് എടുത്തോളാൻ പറയുകയും ചെയ്തു. അതുപോലെ തന്നെ ദൈവം വേറൊരു കാര്യം കൂടി ചെയ്തു. മൃഗങ്ങൾക്കും മനുഷ്യനെ ഒരു മൃഗങ്ങൾക്കുള്ളൊരു ഭയം കൊടുത്തു. മനുഷ്യനെ പേടിക്കാനുള്ള ഒരു ഭയം, മനുഷ്യനോടുള്ള ഒരു ഭയം, അത് ദൈവം മൃഗങ്ങൾക്കും കൊടുത്തു. കാരണം മൃഗങ്ങളും ജീവികളാണ്, അതിനും ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ മൃഗങ്ങളെയും മനുഷ്യൻ വെറുതെ കൊന്ന് അതിനെ ആഹാരമാക്കാതിരിക്കുവാനായിട്ട്, അല്ലെങ്കിൽ വെറുതെ കാരണമില്ലാതെ അതിനെ കൊല്ലാതിരിക്കാനായിട്ട് ദൈവം മൃഗങ്ങൾക്കും കൂടെ മനുഷ്യനോടുള്ള ഒരു ഭയം വരുത്തുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ കംപ്ലീറ്റ് ഒരു ചേഞ്ച് അവിടെ ദൈവമായിട്ട് തന്നെ വരുത്തുകയാണ് ചെയ്യുന്നത്. കാരണം ഏതൻ തോട്ടത്തിൽ വെച്ച് അവർക്ക് പ്യൂർ വെജിറ്റേറിയൻസ് ആയിട്ട് ജീവിച്ചപ്പോൾ ഇവിടെ അവർക്ക് മൃഗങ്ങളെ നോഹയുടെ കുടുംബത്തിനൊക്കെ മൃഗങ്ങളെ കൂടെ ആഹാരമാക്കുവാനായിട്ട് ദൈവം അവർക്ക് അനുവാദം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു പക്ഷേ നമുക്ക് ചിന്തിക്കാം, ഈ പ്രളയം എല്ലാം കഴിഞ്ഞുകൊണ്ട് അവിടെ അവർക്ക് ഫ്രൂട്ട്സ് ഒന്നുമില്ല, വെജിറ്റബിൾസ് ഒന്നുമില്ല, മരങ്ങളെല്ലാം നശിച്ചു പോയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ എത്തുമ്പോൾ ശരിക്കും അവർക്ക് വെജിറ്റേറിയൻ ഫുഡിനെ ആ സമയത്ത് ഡിപ്പെൻഡ് ചെയ്യാനും പ്രത്യേകിച്ച് അവിടെ ഒന്നുമില്ല. അപ്പോൾ അവരുടെ മുമ്പിലുള്ള ഒരു ചോയ്സ് എന്ന് പറയുന്നത് ഈ ഒരു ആനിമൽസിന്റെ മീറ്റ് മാത്രമായിരുന്നു, അല്ലെങ്കിൽ മൃഗങ്ങളുടെ മാംസം മാത്രമായിരുന്നു അവർക്ക് ആ സമയത്ത് അപ്പോൾ വേറൊരു ആഹാരമായിട്ട് അവർക്ക് ബാക്കി ഉണ്ടായിരുന്നത്. ചിലപ്പോൾ അതുകൊണ്ടും ആയിരിക്കാം. പക്ഷേ അങ്ങനെ ദൈവം അങ്ങനെ മൃഗങ്ങളെ ആഹാരമാക്കുന്നുണ്ട്. ആദ്യമായിട്ട് അങ്ങനെ ആ ഒരു കാര്യം മനുഷ്യനെ ദൈവം കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ലൈഫ് സ്പാൻ, അവരുടെ ജീവിതത്തിന്റെ ആയുസ് തന്നെ ദൈവം പിന്നീട് കുറയ്ക്കുകയാണ് ചെയ്തത്. 120 വയസ്സ് വരെ മനുഷ്യർക്ക് ജീവിക്കാൻ എന്നുള്ള ആ ഒരു രീതിയിലേക്ക് ദൈവം അതിന്റെ മനുഷ്യരുടെ ആയുസ്സും കൂടെ കുറയ്ക്കാൻ ഇടയായിട്ടുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, പാപം ചെയ്യുമ്പോൾ അതിന് പല കോൺസിക്വൻസും ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ആദമും ഹവ്വയും ചെയ്തപ്പോൾ അവർക്കുണ്ടായിരുന്ന കോൺസിക്വൻസ് ആയിരുന്നു അവർക്ക് ദൈവത്തിൽ നിന്ന് ബന്ധം നഷ്ടപ്പെടാനിടത്ത് മരണം എന്നുള്ളത് വന്നു. അവരെ ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി, കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടി വന്നു, വളരെ അധ്വാനിച്ച് ജീവിക്കേണ്ടി വന്നു. അതൊക്കെ അവർക്ക് ഫേസ് ചെയ്യേണ്ട ഒരു കോൺസിക്വൻസ് ആയിരുന്നു. അതുപോലെ ഹവ്വയുടെ ആയിരുന്നപ്പോൾ വേദനയോടെ പ്രസവിക്കേണ്ട ആ ഒരു സാഹചര്യം വന്നു, സ്ത്രീകൾക്ക് വന്നു. അപ്പോൾ അതൊക്കെയും ആ ഒരു പാപം കൊണ്ട് ആ സമയത്ത് അവർക്ക് കിട്ടിയ ഒരു കോൺസിക്വൻസ് ആയിരുന്നു. അതുപോലെ ഈ ഒരു കാര്യം കഴിഞ്ഞപ്പോൾ പിന്നീട് മനുഷ്യൻ വഷളത്വമായിട്ട് മനുഷ്യർ ജീവിച്ചു. ആ സമയത്ത് ദൈവം പ്രളയം വരുത്തി എല്ലാവരും നശിപ്പിച്ചു. നോഹയും കുടുംബത്തെയും കുറച്ച് മൃഗങ്ങളെ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും ദൈവം നശിപ്പിച്ചു. അപ്പോൾ അന്ന് അവരെല്ലാവരും ചെയ്ത തെറ്റിന്റെ ആ ഒരു കോൺസിക്വൻസ് ആയിട്ട് അവരുടെ ആയുസ്സും കൂടെ പിന്നീട് കുറയേണ്ടതായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്ത പല തെറ്റിനും പല കോൺസിക്വൻസും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ, പാപം ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു കാര്യം ഓർത്ത്, നമ്മൾ പാപം ചെയ്യുന്നതിന് ഉള്ള ചാൻസ് ഉള്ളപ്പോൾ തന്നെ നമ്മൾ തന്നെ സ്വയം ഓർക്കുക, ഒന്നാമത് ഇതിന് പല കോൺസിക്വൻസും ഉണ്ടാകാൻ സാധ്യതയുണ്ട്, നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ള ചിന്ത ഓർത്തുകൊണ്ട് നമ്മൾ പാപങ്ങൾ ചെയ്യുന്നത് നിന്ന് മാറുവാനായിട്ട് അത് ദൈവം സഹായിക്കട്ടെ. അതുപോലെ ദൈവം മറ്റൊരു കാര്യം കൂടെ ദൈവം ചെയ്തു. ദൈവം അവരുടെ മഴവില്ല് കൊടുത്ത് അവർക്കൊരു പ്രോമിസ് കൂടെ, ഒരു
ഒരു വാഗ്ദത്തം അവർക്ക് കൊടുത്തു. ഇനി മുതൽ വലിയൊരു ഇതുപോലെ ജലപ്രളയം കൊടുത്ത് മനുഷ്യരെല്ലാവരെയും നശിപ്പിക്കുകയില്ല എന്ന് ദൈവത്തിന്റെ ഒരു പ്രോമിസ്. ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തു. ആ വാഗ്ദത്തം ഒരു മഴവില്ലിന്റെ രൂപത്തിലായിരുന്നു ദൈവം ആ വാഗ്ദത്തം കൊടുത്തത്. അപ്പോൾ നമ്മൾ ആ മഴവില്ല്, നമ്മളും പല സമയത്ത് മഴവില്ല് കാണാറുണ്ട്. നമ്മളും ആ മഴവില്ല് കാണുമ്പോൾ നമ്മൾ ഓർക്കുക ദൈവത്തിന്റെ ആ ഒരു പ്രോമിസിനെ പറ്റി നമ്മൾ ഓർക്കുക. അത് ദൈവം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം, ദൈവം നമ്മളുടെ മേലെ ക്ഷമ കാണിക്കുന്നു എന്നുള്ളതിന്റെ ഒരു സൈനും കൂടെയാണ് ആ ഒരു മഴവില്ല് എന്നുള്ളത്. അപ്പോൾ അതും കൂടെ മഴവില്ല് കാണുമ്പോൾ നമ്മളെ ബ്യൂട്ടി നമ്മളത് ആസ്വദിക്കുക മാത്രമല്ല, അതിന്റെ പിന്നിലുള്ള സത്യവും കൂടെ നമ്മൾക്ക് ഓർക്കാം. ഈ വചനങ്ങൾ, ഈ ചിന്തകൾ നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ, നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. നമ്മളുടെ തുടർന്നുള്ള ജീവിതത്തിലും നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ജീവിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ നാമത്തിൽ മാറാം.